ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞയാഴ്ചത്തെ ടെക്നിക്കൽ വീഡിയോയുടെ അതായത് വീക്ക്ലി ടെക്നിക്കൽ വീഡിയോയുടെ ഒരു തുടർച്ചയാണെന്ന് വേണം പറയാം ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞയാഴ്ച നമ്മൾ കോൺഫറൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈ ആഴ്ച അതിൻ്റെ തുടർച്ചയായിട്ട് പവർഫുൾ സോൺസ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ചില കാര്യങ്ങൾ കമ്പൾസറി ആയിട്ട് പഠിച്ചേ മതിയാകൂ, നമുക്ക് അതിൻ്റെ അകത്ത് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. വളരെ സിമ്പിളാണ്. നമ്മളെ വാക്കുകൾ കണ്ട് നമ്മൾ ഞെട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്സാണ്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് വീഡിയോയിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോൺഫിഡൻസ് എന്ന് കേട്ടുണ്ടോ, പവർഫുൾ സോൺ എന്ന് കേട്ടുണ്ടോ ഒക്കെ നമ്മൾ അതിൻ്റെ അകത്ത് വലിയ ഒരു ഘടാഘടിയൻ സാധനമാണെന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളാണ്. അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ സാധനം നിങ്ങൾ കുറേ ചാർട്ട്സ് വർക്കൗട്ട് ചെയ്യുക അതിൻ്റെ അകത്ത് തറവാ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ കോൺഫറൻസസ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഫിബിൻ്റെയും അല്ലെങ്കിൽ മൂവിങ് ആവറേജിനെ കൂടെയുള്ള കോമ്പിനേഷൻ ആകാം, അല്ലെങ്കിൽ ഫിബും മൂവിങ് ആവറേജും അതുപോലെ തന്നെ ട്രെൻഡ് ലൈനെ കുറിച്ചുള്ള കോമ്പിനേഷൻ ആകാം. ഇത് സപ്പോർട്ട് ഡെവലപ്പ് ചെയ്യുമ്പം സ്റ്റോക്കിന് മുകളിലേക്ക് പോകാനുള്ള എനർജിയാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്റ്റോക്കിന് താഴേക്ക് പോകാനുള്ള എനർജിയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ശരിക്കും. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഒരു ക്യാൻഡിൽ കോമ്പിനേഷൻ വിത്ത് വോളിയം കൂടെ വന്നാൽ ആണ് അത് പവർഫുൾ സോണായിട്ട് മാറുന്നത്. മേ ബി ഈ ഒരു കോൺഫിഡൻസ് സോണിൽ ഒരു വലിയൊരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ വിത്ത് വോളിയം വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പവർഫുൾ ഈ പറയുന്ന കണക്ക് സപ്പോർട്ടിലാണെങ്കിൽ അത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസിലുള്ള കോൺഫിഡൻസിൽ ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് വിത്ത് വോളിയം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് താഴത്തേക്ക് പോകാനുള്ള സാധ്യതകളാണ് കൂടുതലെന്ന്. അപ്പം ഈ കോൺഫിഡൻസ് സോണിൽ ഒരു ക്യാൻഡിൽ കോമ്പിനേഷൻ കൂടെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് പവർ സോണായിട്ട് മാറുന്നത്. ആ ക്യാൻഡിൽ കോമ്പിനേഷൻ എന്ത് വേണേൽ വരാം. സ്ട്രോങ് റെഡ് ക്യാൻഡിലാകാം, അത് റെസിസ്റ്റൻസിൽ കൂടുതൽ പവർഫുള്ളാണ്. സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലാകാം, അത് കോൺഫിഡൻസ് സപ്പോർട്ടിൽ ഡെവലപ്പ് ചെയ്യാൻ കൂടുതൽ പവർഫുള്ളാണ്. അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റാർ കോമ്പിനേഷൻസ് ആകാം, അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർ കോമ്പിനേഷൻ. പല ടൈപ്സ് ഓഫ് കോമ്പിനേഷൻസ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പഠിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമുക്കത് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ കൺസെപ്റ്റ്സ് വളരെ സിമ്പിളാണ്. നിങ്ങൾ കുറച്ച് ചാർട്ട്സിൽ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. വലിയ കടുകട്ടി കാര്യങ്ങളൊന്നുമല്ല. ഫ്രണ്ട്സ്, ഫെബ്രുവരി മാസം മിഡോടുകൂടി നമ്മുടെ ഒരു 23 സെഷൻസ് മെൻറ്റർഷിപ്പ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സൂം സെഷനാണ്, ഓൺലൈനാണ്. രാത്രി 8:45 പോലാണ് ക്ലാസ്സുകൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ അകത്ത് 6 days ബ്ലോക്ക് ബസ്റ്റർ ഫണ്ട് അനാലിസിസ് ആണ്, 15 days ടെക്നിക്കൽ അനാലിസിസും അതിനോടൊപ്പം തന്നെ ബിഹേവിയർ പാറ്റേണുമാണ്, 2 ദിവസം റിവിഷൻസ് ആണ്. സോ ടോട്ടൽ 23 days ആണ് സെഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 ആഴ്ച മുമ്പ് ഓൾറെഡി എനിക്കൊരു സൂം സെഷൻ ഉണ്ടായിരുന്നു. നമ്മൾ എന്താണ് പഠിക്കുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പഠിക്കുന്നത്, അതിൻ്റെ പ്രയോജനം എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, ലിമിറ്റേഷൻ എന്താണ്, എല്ലാം നിങ്ങൾ അറിയണമല്ലോ ശരിക്കും. അത് താല്പര്യപ്പെടാൻ, അത് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായും അറിയേണ്ട കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് 2 ആഴ്ച മുമ്പ് ഒരു സൂം സെഷൻ ഉണ്ടായിരുന്നു. പല ആൾക്കാർക്കും പങ്കെടുക്കാൻ സാധിച്ചില്ല. അതിൻ്റെ പുറത്ത് ഈ വരുന്ന ഫെബ്രുവരി മാസം 4-ാം തീയതി ഒരു സൂം സെഷൻ കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ അത് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും prosif23@gmail.com മെയിൽ ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ അയച്ചിരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയുള്ള ഡിസ്ക്ലെയിമറാണ്, ഒരു വീഡിയോയും ആബ്സൊല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. എല്ലാ വീഡിയോയും നിങ്ങൾ പഠിക്കാനുള്ള കൺസെപ്റ്റ്സിലാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരു കാരണവശാലും റെക്കമെൻഡേഷനായിട്ട് എടുക്കാനേ പാടില്ല. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ദിസ് വീഡിയോ ഡസ് നോട്ട് ഇനിഷ്യേറ്റ് എനി ബയോസ് റെക്കമെൻഡേഷൻസ്. ഞാൻ ഒരു വിധത്തിലുള്ള ബയോസ് റെക്കമെൻഡേഷൻ കൊടുക്കുന്ന ആളെയല്ല. ഈ വീഡിയോ നിങ്ങൾ അങ്ങനെ കാണാനും പാടില്ല. ഫ്രണ്ട്സ്, ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ റിസർച്ചിൻ്റെ പുറത്ത് ബൈ ഗോഡ്സ് ഗ്രേസ് ഞാൻ ഒരു പുതിയ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ പേരാണ് റിഫ്ലെക്റ്റീവ് റിലേറ്റീവ് സ്ട്രെങ്ത്. മാർക്കറ്റിൽ ഓൾറെഡി ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്. ആ റിലേറ്റീവ് സ്ട്രെങ്തുമായിട്ട് ദിസ് ഇസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. റിഫ്ലെക്റ്റീവ് റിലേറ്റീവ് സ്ട്രെങ്തും മാർക്കറ്റിൽ സാധാരണയുള്ള റിലേറ്റീവ് സ്ട്രെങ്തും കൂടെ കൺവേർജൻസ് വരുമ്പോഴാണ് നമുക്ക് 10 ദിവസം 30%, ഒരാഴ്ചയ്ക്കും 20%, 40%, 50% ഒക്കെ ഏതാനും ചുരുങ്ങിയ ദിവസത്തിൽ സ്റ്റോക്ക് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് എത്ര നാളെടുത്തു ഈ റിഫ്ലെക്റ്റീവ് റിലേറ്റീവ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനെന്നുള്ള കാര്യം ഞാൻ പറയുന്ന കാര്യം പറഞ്ഞാൽ പല ആൾക്കാർക്കും വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തുമാത്രം സ്ട്രെയിനും പെയിനും അതിൻ്റെ പുറത്ത് റിസർച്ചിൽ എടുത്തിട്ടാണ് ഈ ഒരു സംഗതി കണ്ടുപിടിച്ചെന്ന് ഞാൻ അത് പ്രത്യേകം പറയുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റിലുള്ള റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റുമായിട്ട് ഈ രണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ റിഫ്ലെക്റ്റീവ് റിലേറ്റീവ് സ്ട്രെങ്ത്തിനോ അല്ലെങ്കിൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഉള്ള കൺസെപ്റ്റിനോ യാതൊരു ബന്ധവുമില്ലെന്നുള്ള കാര്യം എടുത്തു പറയുന്നു. രണ്ടാമത്തെ കാര്യം, ദിസ് വീഡിയോ ഹാസ് നോ റിലേഷൻ വിത്ത് റിഫ്ലെക്റ്റീവ് റിലേറ്റീവ് സ്ട്രെങ്ത്. ഒരു പോയിന്റ് കൂടെ നിങ്ങൾ പറയാനുള്ളത്, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന മൂവിങ് ആവറേജ് EMA ആണ്. EMAയിൽ ഞാൻ ഉപയോഗിക്കുന്നത് 13, 21, 34, 55 ഈ 4 മൂവിങ് ആവറേജ് ആണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. കാര്യം ഇത് ഫിബോണിച്ചി സീരീസിലെ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് ഈ നമ്പേഴ്സ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം.
ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിലുള്ളത് ഗുജറാത്ത് അംബുജ എക്സ്പോർട്സിൻ്റെ ചാർട്ടാണ്. നമ്മൾ ആദ്യം കോൺഫിഡൻസ് ഡിഫൈൻ ചെയ്യും. കോൺഫിഡൻസ് നമുക്ക് EMA വെച്ച് അല്ലെങ്കിൽ EMAയുടെ കൂട്ടത്തിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടോ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ നമ്മളെ ഫിബോ എന്ത് വേണം യൂസ് ചെയ്യാൻ സാധിക്കും. 2 എനർജി സോഴ്സസ് മിനിമം വേണം, അതാണ് വേണ്ട സംഗതി. സോ നമ്മളിവിടെ ഫിബാണ് ആദ്യം നോക്കുന്നത്. നമ്മൾ ഫിബിൻ്റെ ലെവൽ ഈ ലെവലിൽ നിന്നും നമ്മൾ ഫിബ് ഈ ലെവൽ വരെ നമ്മൾ ഫിബ് കൊണ്ടുപോയി. സോ ഈ ലെവലിൽ ഫിബ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണാൻ സാധിച്ചത് 0.5 ഇത് സപ്പോർട്ട് എടുത്താണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. നോക്കൂ, 0.5 സപ്പോർട്ട് എടുക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടെ അടുത്ത് കാണിക്കാം. ഇത് 0.5 സപ്പോർട്ട് എടുത്തു, ഈ ലെവലിൽ ഇത് സപ്പോർട്ട് എടുത്തു. ഇനി നമുക്ക് ഫിബ് കൂട്ടത്തിൽ നമുക്ക് ഒരു EMA 55 കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഇവിടെ എന്താ സംഭവിച്ചത്? 0.5 ഫിബും EMA 55 കൂടെ ചേർന്ന് കോൺഫിഡൻസ് സോൺ ഡെവലപ്പ് ചെയ്ത് ഇവിടെ. അപ്പോൾ കോൺഫിഡൻസ് സോണായി. ആ കോൺഫിഡൻസ് സോൺ എവിടെ സംഭവിച്ചത്? സപ്പോർട്ടിലാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കയറാനുള്ള പ്രോബിലിറ്റിയാണ് കൂടുതൽ. ഇനി നമ്മൾ പവർഫുൾ സോൺ ആണെങ്കിൽ ക്യാൻഡിൽ കോമ്പിനേഷൻ, ക്യാൻഡിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കളർ കാണിക്കണം, അല്ലെങ്കിൽ ക്യാൻഡിൽ വെച്ചുള്ള കോമ്പിനേഷൻസ് ഡെവലപ്പ് ചെയ്യണം. ഇവിടെ എന്താ ഡെവലപ്പ് ചെയ്തത്? നമുക്ക് തൽക്കാലം നമുക്ക് ഫിബ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമ്മുടെ സോൺ ഇതാണ് കിട്ടിയത്. നമ്മൾ ഇവിടെ എന്ത് ക്യാൻഡിൽ കോമ്പിനേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്? നിങ്ങൾ നോക്കി എന്ത് ക്യാൻഡിൽ കോമ്പിനേഷൻ കാണാൻ സാധിക്കുന്നത് വെച്ചാൽ, റെഡ് ക്യാൻഡിൽ താഴെ വന്നതിന് ശേഷം ഗ്രീൻ ക്യാൻഡിൽ, സംതിങ് ഹാമർ ക്യാൻഡിൽ. ഹാമർ ക്യാൻഡിൽ എവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്? റെഡ് ക്യാൻഡിലെ പകുതിയുടെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അല്ലേ? പകുതിയുടെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ബുള്ളിഷ് പിയേസിംഗ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു കോൺഫിഡൻസ് ഓൺ ഫിബും EMA 55 കൂടെ കിട്ടി. അതിൻ്റെ കൂട്ടത്തിലെ ക്യാൻഡിൽ അതിൻ്റെ കളർ കാണിച്ചു. ക്യാൻഡിൽ എന്താ കളർ കാണിച്ച? ഹാമർ ക്യാൻഡിൽ ക്രോസ് ചെയ്തിരിക്കുന്നത് റെഡ് ക്യാൻഡിൽ പകുതിയുടെ മേളിൽ ക്ലോസ് ചെയ്യുമ്പോൾ അതിനെ ബുള്ളിഷ് പിയേസിംഗ് എന്നുള്ള ക്യാൻഡിലായിട്ട് കൺവേർട്ട് ചെയ്യും. സപ്പോർട്ടിൽ ബുള്ളിഷ് പിയേസിംഗ് ക്യാൻഡിൽ കണ്ടാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് തീർച്ചയായും കയറിപ്പുള്ള സാധ്യതകളാണ്, പ്രോബബിലിറ്റീസ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സാധ്യതകളാണ് കൂടുതൽ. അതുകൊണ്ട് നോക്കുന്ന ഏത് ലെവലിൽ നിന്ന് കയറിപ്പോയി 300 രൂപയിൽ നിന്ന് അത് എവിടം വരെ പോയി? 410 രൂപ വരെ പോയി. സംതിങ് അറൌണ്ട് 30% റിട്ടേൺ ആണ് കൊടുത്തത്. ഈ ഒരു കോമ്പിനേഷൻ്റെ പുറത്തെ എനർജി ഡെവലപ്പ് കയറിപ്പോയിപ്പോൾ. അടുത്ത സ്റ്റോക്കിലേക്ക് നമുക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ അടുത്തത് ഇനോക്സ് വിൻഡ് ആണ്. ഇനോക്സ് വിൻഡിൻ്റെ ഫിബും നമുക്കൊരു കോമ്പിനേഷൻ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. എന്ത് റിഫ്ലക്ഷൻ വന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ ലെവലിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. ബ്യൂട്ടിഫുൾ. നോക്ക്, കറക്റ്റ് 0.38 എന്ന് സപ്പോർട്ട് എടുത്തു. നമ്മൾ EMA ആഡ് ചെയ്യാം. EMA ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് 34 EMA ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, കോൺഫിഡൻസ് സോണിൽ കറക്റ്റ് പക്ക കോൺഫിഡൻസ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? നോക്കൂ നിങ്ങൾ, നോക്കൂ, EMA 0.38ഉം അതുപോലെ തന്നെ 0.38 ഫിബും EMA 34 ചേർന്ന കോൺഫിഡൻസിൽ നിന്നാണ് സ്റ്റോക്ക് കയറിപ്പോയത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ എന്ത് ക്യാൻഡിൽ കോമ്പിനേഷനാണ് ഡെവലപ്പ് ചെയ്തത്? ഈ ക്യാൻഡിൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഹാമർ ക്യാൻഡിലാണ്. കാര്യം താഴെ വരെ വന്നതിന് ശേഷം ബയേഴ്സ് സ്റ്റോക്കിനെ വലിച്ചു കയറ്റി. അതിനോടൊപ്പം തന്നെ ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത്, ഈ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ റെഡ് ക്യാൻഡിൽ ശ്രദ്ധിച്ചോ? റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഗ്രീൻ ക്യാൻഡിലുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ശരിക്കും. ദാറ്റ് മീൻസ് ഇത് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്നും കൂടെ പറയും. ഹാമർ പ്ലസ് എൻഗൾഫിംഗ് വന്നപ്പോഴത്തേക്കും സ്റ്റോക്കിന് അത് പുതിയൊരു സ്ട്രെങ്ത് കൊടുത്തു. ശ്രദ്ധിക്കണം, ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് റെക്കമെൻഡേഷൻ ആയിട്ടേ അല്ല, ഈ ഒരു കൺസെപ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത സ്റ്റോക്കിൽ നമുക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ ഭാരത് ബിജ്ലിയുടെ ചാർട്ടാണുള്ളത്. നമുക്ക് ഭാരത് ബിജ്ലിയുടെ ഒരു ഫിബ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ഇതാണ് ഒരു ഫിബ് ലെവൽ. അതിൻ്റെ ഈ ലെവൽ വരെ വന്നു. സോ നോക്ക്, ഇവിടെ എന്താ സംഭവിച്ചാൽ കറക്റ്റ് 382 സപ്പോർട്ട് എടുത്തു. നമുക്ക് അവിടെ ഒരു EMA കൂടെ ആഡ് ചെയ്യാം. നമ്മൾ EMA ആഡ് ചെയ്തിരിക്കുന്നത് EMA 21 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നോക്ക്, ഒരു പക്ക കോൺഫിഡൻസ് ആണല്ലേ? നോക്ക്, EMAയും ഫിബും കൂടെ ചേർന്ന കോൺഫിഡൻസിലാണ് സ്റ്റോക്ക് റെസ്പോണ്ട് ചെയ്തത്. ഇനി റെസ്പോണ്ടിങ് ക്യാൻഡിൽ എന്നാണ് അറിയാമോ? ബ്യൂട്ടിഫുൾ ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ പറയുന്ന പേരാണ്, നോക്കൂ നിങ്ങൾ, റെഡ് ക്യാൻഡിൽ വന്നു, തൊട്ട് താഴെ ഗ്രീൻ ക്യാൻഡിൽ, ചെറിയ ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു, അതിന് മുകളിൽ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വീണ്ടും കയറിപ്പോയി. ഇതിനെ പറയുന്നത്, ഈ കോമ്പിനേഷൻ പറയുന്ന പേരാണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയും. മോർണിംഗ് സ്റ്റാർ കോമ്പിനേഷൻ ആണ് കോൺഫിഡൻസിൽ ഡെവലപ്പ് ചെയ്തത്. സ്റ്റോക്ക് പോയ പോക്ക് നോക്ക്, ഒറ്റ കയറ്റം കയറ്റി സ്റ്റോക്ക് അല്ലേ? ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ KSB എന്ന പമ്പിൻ്റെ ചാർട്ടാണുള്ളത്. നമ്മൾ അവിടെ നമുക്ക് ആദ്യം ഒരു ഫിബ് വർക്കൗട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ദി ലെവൽ. ഇവിടാണ് ഫിബ് ലെവൽ. ഈ ലെവൽ ഒരു ഫിബ് നമ്മൾ എടുത്തു. നമ്മളിവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? 0.236 ബെസ്റ്റ് സപ്പോർട്ടാണ്. അതിൻ്റെ താഴെ പോയിട്ടില്ല. നമ്മൾ അവിടെ ഒരു EMA കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ ബ്യൂട്ടിഫുൾ കോൺഫിഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? 236 ഫിബിൻ്റെ സപ്പോർട്ട്, രണ്ടാമത് EMAയുടെ സപ്പോർട്ട്, രണ്ടും കൂടെ കഴിഞ്ഞ ശേഷം സ്റ്റോക്ക് കുതിച്ച് വാങ്ങി വെച്ചിരിക്കും. ഇതും ഒരു മോർണിംഗ് സ്റ്റാർ കോമ്പിനേഷനാണ്. നേരത്തെ കാണിച്ച മോർണിംഗ് സ്റ്റാറിൻ്റെ പെർഫെക്ഷൻ ഇല്ലെന്നേ ഉള്ളൂ. ദിസ് ഇസ് ആൾസോ മോർണിംഗ് സ്റ്റാർ കോമ്പിനേഷൻ. കാര്യം റെഡ് ക്യാൻഡിലെ താഴെയാണ് ഗ്രീൻ ക്യാൻഡിൽ, എന്താ പറയണ്ടേ, റെഡ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്
3070 ആണെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 3058 അതായത് റെഡ് ക്യാൻഡിൽ താഴെയാണ് ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ഇതിൽ ഈ രണ്ട് ഓപ്പണിങ്ങിനെക്കാട്ടിലും മുകളിലായിട്ട് ഓപ്പൺ ചെയ്തത്. ദിസ് ഈസ് ഓൾസോ എ മോർണിംഗ് സ്റ്റാർ കോമ്പിനേഷൻ ആണ്. സ്റ്റോക്ക് കയറി പോയി പോക്ക് നോക്ക്. സി നമ്മളെപ്പോഴും കോൺഫിഡൻസിന്റെ കൂട്ടത്തിൽ ക്യാൻഡിൽസ് വെച്ച് ക്യാൻഡിൽ കോമ്പിനേഷൻ വെച്ച് എന്തെങ്കിലും ഒരു സിംറ്റം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിംറ്റം അവിടെ വർക്ക് ചെയ്താൽ അതിനെ പവർഫുൾ സോൺസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ പവർഫുൾ സോണിൽ നിന്നാണ് സ്റ്റോക്ക് കയറിപ്പോയത്. നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് കിടക്കാം. നമ്മുടെ മുമ്പിൽ വർത്തമാന ഹോൾഡിങ്സിൻ്റെ സ്റ്റോക്കാണ്. സോ നമുക്കൊരു ഫിബ് ആദ്യം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇതാണ് ഫിബ് ഈ ലെവൽ വരെ പോയി. സോ ദിസ് ഈസ് ദി ഫിബ് ഈ ലെവൽ വരെ ഫിബ് പോയി. സോ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇവിടെ നോക്കൂ. ഈ ലെവലിൽ നമുക്കൊരു മൂവിങ് ആവറേജ് കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ബ്യൂട്ടിഫുൾ അല്ലേ? ഈ ലെവലിൽ നിങ്ങൾ നോക്കുക. ഈ കോമ്പിനേഷനിലാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ വന്ന് കറക്റ്റായിട്ട് ആ കോൺഫിഡൻസ് വർക്കൗട്ട് ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കോമ്പിനേഷനിൽ കോൺഫിഡൻസ് നോക്കുക. ഫിബിൻ്റെ മൂവിങ് ആവറേജ് 55 കൂടി ചേർന്നാൽ കോൺഫിഡൻസിൽ എന്താ സംഭവിച്ചത്? അവിടെയും ഡെവലപ്പ് ചെയ്തത് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ്. പവർഫുൾ മോർണിംഗ് സ്റ്റാർ പാറ്റേൺ നോക്ക്. റെഡ് ക്യാൻഡിലോട് ചേർന്ന് തൊട്ട് താഴെ ഗ്രീൻ ക്യാൻഡിൽ ഡെവലപ്പ് ചെയ്തു. അത് ഡോജി ക്യാൻഡിലാണ്. ബ്യൂട്ടിഫുൾ. അതിനോട് ചേർന്ന് സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ഡെവലപ്പ് ചെയ്തു. സ്റ്റോക്ക് കയറിപ്പോയി. സോ റെഡ് ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ, 3 ക്യാൻഡിൽ കോമ്പിനേഷൻ കൂടെ ചേരുമ്പോഴത്തേക്കും അത് മോർണിംഗ് സ്റ്റാർ ആയിട്ട് മാറും. മോർണിംഗ് സ്റ്റാർ എവിടെ വന്നിരിക്കുന്നത്? അത് മോർണിംഗ് സ്റ്റാർ വന്നിരിക്കുന്നത് EMA 55ൻ്റെയും ഫിബിൻ്റെയും കൂടി ചേർന്നുള്ള കോൺഫിഡൻസ് സോണിൽ ആ ഒരു കോമ്പിനേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പവർഫുൾ സോൺസ് ആയിട്ട് മാറും. പവർഫുൾ സോണിൽ നിന്ന് സ്റ്റോക്ക് കയറിപ്പോയി. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. കറക്റ്റായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ MCXൻ്റെ ചാർട്ടാണ്. നമുക്ക് MCXൻ്റെ ചാർട്ടിൽ നമുക്ക് ഒന്ന് കമ്പൈൻ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഈ ലെവലിൽ നിന്ന് ഈ ലെവൽ വരെ നമുക്ക് നോക്കാം. നോക്കൂ, ഇത് ഇവിടെ നോക്കൂ. എന്താ നിങ്ങൾ കാണാൻ സാധിക്കുന്നത്? ഇവിടെ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണല്ലേ. അതിൻ്റെ കൂടെ നിങ്ങൾ EMA 13 കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്ക്. ബ്യൂട്ടിഫുൾ. അത് ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് ഈ ലെവലിൽ വന്ന കോൺഫിഡൻസ് ഒന്ന് നോക്കൂ നിങ്ങൾ. സ്ട്രോങ് ഫിബിൻ്റെ കോമ്പിനേഷൻ 0.32 പ്ലസ് EMA 13 പവർഫുൾ കോമ്പിനേഷൻ ആണ്. അവിടെ ഒരു സ്ട്രോങ് ഒരു മാരബോസു ക്യാൻഡിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മാരബോസു ക്യാൻഡിൽ 5% മുകളിലാണ് ഈ ക്യാൻഡിൽ കൊടുത്ത അപ്രീസിയേഷൻ. മാരബോസു ക്യാൻഡിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? ഭയങ്കരമായിട്ട് ഷുഡപ്പ് ചെയ്തു പോയി. സോ സംതിങ് അറൗണ്ട് ഇതിൻ്റെ ഈ ക്യാൻഡിൽ ലോ എന്ന് പറയുന്നത് 2030 നിന്നും എത്ര വരെ പോയി? സംതിങ് 3344 പോയി. ഏതാനും ദിവസങ്ങൾ കൊണ്ട് 1000 പോയിന്റ് കയറിപ്പോയത്. ഈ സ്ട്രോങ് മാരബോസു ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും ഈസ് ഓൺ പവർഫുൾ ആയി. ഫ്രണ്ട്സ്, അടുത്തത് BML ആണ്. നമ്മൾ ഇത്രയും നേരം നമ്മൾ ഫിബും മൂവിങ് ആവറേജും തമ്മിലുള്ള കോമ്പിനേഷനാണ് പറഞ്ഞത്. ആ ഒരു ഒറ്റ കോമ്പിനേഷൻ മാത്രമല്ല കോൺഫിഡൻസിൽ ഫിബും മൂവിങ് ആവറേജും കൂടെ വരാം, മൂവിങ് ആവറേജും ട്രെൻഡ് ലൈനും കൂടെ വരാം, ട്രെൻഡ് ലൈനും സപ്പോർട്ട് ലൈനും കൂടെ വരാം, അല്ലെങ്കിൽ ഫിബും സപ്പോർട്ട് ലൈനും. ദർ ആർ സോ മെനി കോമ്പിനേഷൻ. നമുക്കൊരു കോമ്പിനേഷൻ മാറ്റി നോക്കാം. നമ്മളിവിടെ നോക്കുന്നത് ഇതാ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈനിന്ന് ഇവിടം വരെ നിങ്ങളൊന്ന് വരച്ചു നോക്കാം. ഈ ലെവൽ വരച്ചു നോക്കൂ. എന്താ സംഭവിച്ചത്? സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു. അവിടെ നമ്മൾ ഒരു കോൺഫിഡൻസ് ഉണ്ടോ എന്ന് നോക്കാം. നോക്കൂ, ബ്യൂട്ടിഫുൾ കോൺഫിഡൻസ് ആണല്ലേ. EMA 20യും ഫിബും കൂടെ ചേർന്നാൽ കോൺഫിഡൻസ് ആണിത്. ആ കോൺഫിഡൻസിൽ വന്ന ക്യാൻഡിൽ കോമ്പിനേഷൻ്റെ പേരാണ് എന്താ പറയുന്നത്? ബുള്ളിഷ് പിയേസിംഗ് എന്ന് പറയും. ബുള്ളിഷ് പിയേസിംഗ് എന്ന് വെച്ചാൽ റെഡ് ക്യാൻഡിലിൻ്റെ പകുതിക്ക് മേളിൽ ക്ലോസ് ചെയ്യണം. പകുതിക്ക് മേളിലാണ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബുള്ളിഷ് പിയേസിംഗ് എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? കോൺഫിഡൻസ് ഓഫ് ട്രെൻഡ് ലൈനും കോൺഫിഡൻസ് ഓഫ് എന്താ പറയണ്ടേ ട്രെൻഡ് ലൈനും EMA 13 കൂടെ ചേർന്നുള്ള കോമ്പിനേഷനിലാണ്. ആ കോൺഫിഡൻസിലാണ് ക്യാൻഡിൽ കളർ കാണിച്ചത്. സംതിങ് 8% കയറിയത്. ഇതിനെ പറയുന്നത് ബുള്ളിഷ് പിയേസിംഗ്. സ്റ്റോക്ക് കയറി പോയി പോക്ക് നോക്കാം. അപ്പം പവർഫുൾ സോൺസ് എന്ന് പറയുന്നത് കോൺഫിഡൻസിനോട് കൂടെ ചേർന്ന് സ്റ്റോക്കിൻ്റെ ആ ക്യാൻഡിൽ കോമ്പിനേഷൻ ഡെവലപ്പ് ചെയ്യണം, അല്ലെ ക്യാൻഡിൽ തന്നെ ഒരു പവർഫുൾ ആയിട്ട് മാറണം. അങ്ങനത്തെ സോൺസിനെയാണ് പവർഫുൾ സോൺസ് എന്ന് പറയുന്നത്. പവർഫുൾ സോൺസിൽ നിന്ന് സ്റ്റോക്ക് കയറിപ്പോയി പോക്ക് നോക്കുക. ഫ്രണ്ട്സ്, KE ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ടാണ്. നമ്മളൊരു ഫിബ് എടുക്കുക. നമ്മൾ ഫിബ് ലെവലിൽ ഈ ലെവലിൽ നിന്നാണ് ഫിബ് എടുക്കുന്നത്. അപ് ടു ദിസ് ലെവൽ എടുക്കുക. എന്താ സംഭവിച്ചത്? ബ്യൂട്ടിഫുൾ ആയിട്ട് സപ്പോർട്ട് 0.32 സപ്പോർട്ട് എടുത്തു. നമ്മളതിൻ്റെ കൂട്ടത്തിൽ EMA 21 കൂടെ കൊടുത്തു നോക്കി. EMA 21ഉം 0.32 സപ്പോർട്ട് എടുത്തിട്ട് തൊട്ട് മേളിൽ 0.236ഉം EMA കൂടെ ചേർന്നുള്ള കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് ഇവിടെ. ഈ കോൺഫിഡൻസിൽ ക്യാൻഡിൽ കാണിച്ച കോമ്പിനേഷൻ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാൻഡിൽ കോമ്പിനേഷൻ ആണ്. അതിൻ്റെ പറയുന്ന പേരാണ് മോർണിംഗ് സ്റ്റാർ. നമ്മൾ ഇത് രണ്ടും നമുക്കൊന്ന് ഓഫ് ചെയ്യാം. പവർഫുൾ സോണായി. പവർഫുൾ സോണിൽ മോർണിംഗ് സ്റ്റാർ ഡെവലപ്പ് ചെയ്തു. ഒരു റെഡ് ക്യാൻഡിൽ തൊട്ട് താഴെ ഒരു എന്താ പറയണ്ടേ ഒരു ഹാമർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഡെവലപ്പ് ചെയ്തത്. അതിനുശേഷം സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ചേർന്ന് 3 കോമ്പിനേഷൻ കൂടെ ചേർന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മോർണിംഗ് സ്റ്റാർ കോമ്പിനേഷൻ കിട്ടി. മോർണിംഗ് സ്റ്റാർ കോമ്പിനേഷൻ കിട്ടിയത് എവിടെയാണ് നമുക്ക് കിട്ടിയത്? ഫിബ് പ്ലസ് മൂവിങ് ആവറേജ് 21 കിട്ടിയത്. സ്റ്റോക്ക് ഒറ്റ കയറ്റം കയറിപ്പോയി.
അപ്പം എപ്പോഴും കോൺഫിഡൻസ് സോണിൽ അതിനോടൊപ്പം തന്നെ ക്യാൻഡിൽ അതിൻ്റെ കോമ്പിനേഷൻ്റെ പവർ കാണിക്കണം. അല്ല ഒറ്റ ക്യാൻഡിലാണെങ്കിൽ ആ ഒറ്റ ക്യാൻഡിൽ ബുള്ളി സ്പേസിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ടീസർ ബോട്ടം ആയിട്ടോ എന്തെങ്കിലുമുള്ള ഒരു പവർഫുൾ ആ ക്യാൻഡിൽ അല്ലെങ്കിൽ മരബൂസോ ആയിട്ടോ അല്ലെങ്കിൽ എൻഗൾഫിംഗ് ആയിട്ടോ ഒക്കെ ഒരു പവറും കൂടെ കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കോൺഫിഡൻസ് സോൺ ഒരു പവർഫുൾ സോൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിന്ന് എപ്പോഴും കയറി പോകാനുള്ള സാധ്യതകളാണ് കൂടുതൽ. നമ്മുടെ മുമ്പിൽ മഹാരാഷ്ട്ര സീംലെസ്സിൻ്റെ ചാർട്ടാണുള്ളത്. നമുക്ക് സീംലെസ്സിൻ്റെ ട്രെൻഡ് ലൈൻ ഒന്ന് വരയ്ക്കാം. ഇതാണ് ട്രെൻഡ് ലൈൻ. സോ ദിസ് ഇസ് ട്രെൻഡ് ലൈൻ ആക്ച്വലി. അതിൻ്റെ കൂട്ടത്തിൽ EMA 21 കൂടെ ഓൺ ചെയ്ത് നോക്കിയേ. ഇതാ ബ്യൂട്ടിഫുൾ കോൺഫ്ലുവൻസ് ആയി ഇവിടെ. ദിസ് ഇസ് എ കോൺഫ്ലുവൻസ്. ഈ കോൺഫ്ലുവൻസിൽ ക്യാൻഡിൽ സിംഗിൾ ക്യാൻഡിൽ പവർ കാണിച്ചാണ്ടോ 1 2 3 4 ക്യാൻഡിൽ. ഈ റെഡിലെ 4 ക്യാൻഡിൽ കുറച്ചുകൂടെ അടുപ്പിച്ച് തരാം. 1 2 3 4 റെഡ് ക്യാൻഡിൽ റോട്ട ഗ്രീൻ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തു. സ്ട്രോങ് പവർഫുൾ എൻഗൾഫിംഗ് ക്യാൻഡിൽ എവിടെയാണ് സംഭവിച്ചത്? ആ കോൺഫിഡൻസിലാണ് സംഭവിച്ചത്. കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഏതാ? ട്രെൻഡ് ലൈൻ സപ്പോർട്ടും EMA കൂടി ചില കോൺഫിഡൻസ് സംഭവിക്കുമ്പോൾ പവർഫുൾ സോൺ ആയിട്ട് മാറി പോയ പോക്ക് നോക്കുക. ഏത് ലെവലിൽ പോയെന്ന് നോക്കുക. ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും നേരം പോസിറ്റീവായിട്ടുള്ള മുകളിലേക്കുള്ള ആ ഒരു പ്രോഗ്രഷനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി കോൺഫിഡൻസസ് എങ്ങനെയാണ് നമ്മളെ റെസിസ്റ്റൻസിൽ വർക്ക് ചെയ്യുന്നത് കൂടെ നമുക്ക് ഒന്ന് നോക്കാമല്ലോ. നമ്മൾ റിലയൻസിൻ്റെ ചാർട്ടാണ്. റിലയൻസ് ചാർട്ടിൽ നമുക്ക് ആദ്യം ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഇതാണ് ട്രെൻഡ് ലൈൻ. റിലയൻസിൻ്റെ ട്രെൻഡ് ലൈൻ ഇതാണ്. നോക്കൂ, ഈ ഒരു ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ കട്ട് ചെയ്താണ് സ്റ്റോക്ക് നേരെ താഴത്തേക്ക് പോയത്. അവിടെ മൂവിങ് ആവറേജ് കൂടെ ആഡ് ചെയ്ത് നോക്കൂ നിങ്ങൾ. റിലയൻസിൽ നോക്കൂ ബ്യൂട്ടിഫുൾ EMA 20 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? പവർഫുൾ കോൺഫിഡൻസ് ടുവേഴ്സ് ഡൗൺ സൈഡ്. നേരത്തെ അല്ലാതെ അപ്പ് സൈഡാണ് കണ്ടേ. ആ ഡൗൺ സൈഡിൽ ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ കൂടെ ഫോം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? പവർഫുൾ സോൺ ആയിട്ട് മാറി. ഓൾറെഡി കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തു. ട്രെൻഡ് ലൈനും EMA കൂടെ ചേർന്ന് ആ ട്രെൻഡ് ലൈൻ ആ ഒരു കോൺഫിഡൻസിൽ ഒരു പവർഫുൾ സോൺ ആകാനുള്ള കാരണം സ്ട്രോങ് റെഡ് ക്യാൻഡിൽ കൂടെ ഡെവലപ്പ് ചെയ്തു. സ്ട്രോങ് റെഡ് ക്യാൻഡിൽ എന്താ പറയേണ്ടത്? ബെയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയാൻ പറ്റിയ കാര്യം അതിന് മുമ്പുള്ള 1 2 ക്യാൻഡിൽ എൻഗൾഫ് ചെയ്താണ് സ്ട്രോങ് ക്യാൻഡിൽ നേരെ താഴത്തേക്ക് പോയത്. അതും കൂടെ വന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? സ്റ്റോക്ക് ഭയങ്കരമായിട്ട് താഴെ പോയി. ഫ്രണ്ട്സ്, അടുത്ത സ്റ്റോക്ക് ഏഷ്യൻ പെയിന്റ്സ് ആണ്. ഏഷ്യൻ പെയിന്റ്സ് എന്താ സംഭവിച്ചത്? നമുക്ക് ഫിബ് ഏഷ്യൻ പെയിന്റ്സിലെ റെസിസ്റ്റൻസിൽ നിന്നാണ് തുടങ്ങുന്നത് താഴത്തേക്കുള്ളതിന്. സോ ഈ ലെവലിൽ നിന്നും ഈ ലെവൽ വരെ നമ്മൾ ഫിബ് എടുത്തു. അതിനുശേഷം നമ്മുടെ മൂവിങ് ആവറേജും കൂടെ നമ്മൾ 21 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കോൺഫിഡൻസ് കണ്ടോ 0.618 ലെവലിൽ 0.2 EMA 21 കൂടെ ചേർന്ന് പവർഫുൾ കോൺഫിഡൻസ് സോണായി. ആ കോൺഫിഡൻസ് സോണിൽ എന്താ സംഭവിച്ചത്? സ്ട്രോങ് റെഡ് ക്യാൻഡിൽ അതിന് താഴെ ക്ലോസ് ചെയ്ത് കയറി പോകാനായിട്ടുള്ള പവറിൽ ഇറങ്ങാനായിട്ടുള്ള പവർ ഉള്ളത്. കാര്യം എന്താ? കോൺഫിഡൻസ് നെഗറ്റീവ് എനർജിയുടെ 2 കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുമ്പം അതിൻ്റെ കൂട്ടത്തിൽ പവർഫുൾ ക്യാൻഡിൽ കൂടെ വന്നതിന് ശേഷം സ്റ്റോക്ക് നേരെ താഴത്തേക്ക് പോയി. അതാണ് കോൺഫിഡൻസ് സോൺ പ്ലസ് പവർഫുൾ. ആ ക്യാൻഡിലിന്റെ കോമ്പിനേഷൻ കളറും കൂടെ കാണിക്കുമ്പോഴാണ് പവർഫുൾ ആവുന്നത്. ആ പവർഫുൾ ആകുമ്പോഴത്തേക്കും സ്റ്റോക്കിൽ വന്ന വ്യത്യാസം നിങ്ങൾ നോക്കാം. അടുത്ത സ്റ്റോക്കിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ ടാറ്റാ സ്റ്റീലിന്റെ ചാർട്ടാണുള്ളത്. നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് കോൺഫിഡൻസ് പ്ലസ് പവർഫുൾ സോൺ എന്ന കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ മുമ്പിൽ ടാറ്റാ സ്റ്റീലാണ്. നമുക്ക് അതിൻ്റെ ഒരു ചാർട്ട് നമുക്കൊന്ന് വരച്ചു നോക്കാം. സോ ടാറ്റാ സ്റ്റീലിൻ്റെ ലെവൽ കട്ട് ചെയ്ത് പോയ ലെവൽ ഇതാണ്. നോക്കൂ, ട്രെൻഡ് ലൈനിൽ നിന്നും ബ്രേക്കൗട്ട് കൊടുത്തു, തിരിച്ചു വന്ന് നിൽക്കാൻ സാധിച്ചില്ല. ഈ ക്യാൻഡിൽ ഈ റെസിസ്റ്റൻസിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്ത് താഴെ പോയി. എത്ര ക്യാൻഡിൽ കയറാൻ ശ്രമിച്ചു നോക്കൂ? 1 2 3 4 ക്യാൻഡിൽ ശ്രമിച്ചു, പക്ഷേ ഫെയിലുവറായിട്ട് താഴെ പോയി. നമ്മളൊരു EMA 13 കൂടെ ആഡ് ചെയ്യുവാണ്. നോക്കാം, പവർഫുൾ കോൺഫിഡൻസ് ആയി. നോക്ക്, ഇതൊരു പവർഫുൾ കോൺഫിഡൻസ് ഉണ്ടായി അല്ലേ? ട്രെൻഡ് ലൈനിൻ്റെയും EMA 13 കൂടെ പവർഫുൾ കോൺഫിഡൻസ് സോണിൽ തിരിച്ച് ഈ ക്യാൻഡിൽ കയറാൻ നോക്കി, ഫെയിലുവറായി താഴെ പോയി. തിരിച്ച് ഈ ക്യാൻഡിൽ കയറാൻ നോക്കി, പവർഫുൾ കോൺഫിഡൻസ് സോണാന്ന് ഓർത്തണം. ഈ ക്യാൻഡിൽ കയറാൻ നോക്കി, ഫെയിലുവറായി. എത്ര ക്യാൻഡിൽ ആ ഒരു കോൺഫിഡൻസ് സോണിൽ പവർ സോണായി മാറിയതിനു ശേഷം ഫെയിലുവറായി നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ. സോ ഇങ്ങനെയാണ് നമ്മൾ കോൺഫിഡൻസ് ആയിട്ടുള്ള സോൺസിനെ ആദ്യം കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്നുള്ള പവർഫുൾ സോൺസിനെ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇത് കുറേ ചാർട്ട്സ് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ഇൻസൈറ്റ്സ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇത് വളരെ ക്രിട്ടിക്കലായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അൺകോംപ്രമൈസിങ് ആണെന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും പഠിക്കണം. തീർച്ചയായും കുറേ ചാർട്ട്സിൽ വർക്കൗട്ട് ചെയ്യുക, തറവാക്കിയാൽ അതിൻ്റെ എല്ലാം പറയാനും തീർച്ചയായും നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ നിന്ന് തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുകൂട്ടാം. സൈനിങ് ഓഫ്.